അതുവഴി വന്ന് കടുക്കാങ്കുന്നത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് കേട്ടോ മലമ്പുഴയ്ക്ക് പോകുന്നത്. ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ ആളുകളൊക്കെ കയറി കഴിഞ്ഞാൽ നെല്ലടിക്കും, അപ്പോൾ വണ്ടി പോകും. ഓക്കെ ചേട്ടനാണ് നമുക്ക് ഇന്ന് സാരഥി നമ്മുടെ ഈ ബസ്സിൻ്റെ കേട്ടാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് KSRTC ഒരു യാത്ര ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൽ കുറേ ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൗമ്യ അപ്പുറത്താണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം ഒരു ബസ് യാത്ര. അതും നല്ല ഫ്രീ ആയിട്ട് അവർ നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡ്രൈവറായാലും കണ്ടക്ടറായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എലിവാലിൽ വന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു ഇല്ല സോ. അവിടെ നിന്ന് 6:45 കേട്ടോ ബസ് എടുത്തത്. കണ്ട KSRTC അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 6:45 അവിടെ നമ്മൾ വന്ന് ഇവിടെ നമ്മളെ യൂട്യൂബ് ജീവിതം തുടങ്ങിയിട്ടേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ KSRTC ഒരു വ്ളോഗ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് നമ്മുടെ KSRTC അപ്പോൾ ഇന്ന് നമ്മളേ ഇത് അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ കേസ്. അപ്പോൾ എവിടേക്കാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ നമ്മൾ അന്വേഷണങ്ങളുടെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ബസ് വരാറായി. ബസ് വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലാ സമയം അല്ലേ? അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ. ആളുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവർ ചേട്ടനാണ് നമ്മളെ വണ്ടി കാണിച്ചു തന്നിട്ട്. നമ്മുടെ KSRTC സ്റ്റാൻഡ് അപ്പുറത്തായിരുന്നു. അവിടുന്ന് കുറച്ച് വെളിയിലേക്ക് വന്നിട്ടാണ് കേട്ടോ ബസ്സുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാലക്കാട് ഡിപ്പോന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണ് ഡ്രൈവർ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ പേരൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. എലിവാല് കാണേണ്ട കാഴ്ചയാണ്. ആ ഭാഗത്താണ് ഒക്കെ ഇരിക്കുന്നത്. അതോ നമ്മുടെ സീറ്റിൻ്റെ അപ്പുറത്തെ സൈഡായിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ KSRTC ഡിപ്പോന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രാവൽ യാത്ര. അപ്പോൾ നമ്മൾ KSRTC നേരെ കാണുന്നതാണ് KSRTC നമ്മുടെ പാലക്കാട്ടിൻ്റെ ഡിപ്പോ. നമ്മൾ ബാക്കിൽ കൂടെ കറങ്ങിയിട്ടാണ് കേട്ടോ പോണത്. ഇനി നമ്മൾ എന്താ പറയുക, അതാണ് KSRTC ഫ്രണ്ടിലാണ്. ഇത് മിഷീൻ സ്കൂൾ വഴി അങ്ങനെ കറങ്ങിയിട്ടൊക്കെയാണ് പോവുക. നമുക്ക് നോക്കാം. നല്ല അടിപൊളി കാഴ്ചയാണ്. എലിവാല് എന്ന് പറഞ്ഞാൽ പാലക്കാട് മലമ്പുഴയുടെ ഒരു എൻഡിങ് സ്ഥലമാണ്. അവിടേക്കാണ് നമ്മുടെ പോകുന്നത്. പരിചയപ്പെട്ടാണ്ട ചേച്ചിൻ്റെ പേരെന്താണ്? ശശികല ചേച്ചി. ഞങ്ങൾ 3-4 ആളേ ഉള്ളൂ. ഏട്ടാ പേരെന്താണ് ഏട്ടൻ്റെ? ഡ്രൈവറേട്ടൻ ഉസ്മാൻ ഏട്ടനുണ്ട്. ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടക്ടർ ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി എലിവാലി യാത്രയാണ് കേസ്. അതിൽ ചെറിയ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് പോകാം. ചേട്ടനാണ് നമുക്ക് ഇന്ന് സാരഥി നമ്മുടെ ഈ ബസ്സിൻ്റെ കേട്ടാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് KSRTC ഒരു യാത്ര ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവർ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് നല്ല ഏട്ടനാണ് നമ്മളെ വണ്ടിയൊക്കെ കാണിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വന്നത്. ചേച്ചി വന്നിട്ടുണ്ട്. എത്രയാണ് ചേച്ചി ഇവിടെ നിന്ന് എലിവാലിക്ക്? 43 രൂപ കേട്ടോ. ഇത് മിഷീൻ സ്കൂൾ. നമ്മൾ മിഷീൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണത് കേട്ടോ. അതേ വന്ന് മിഷീൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ ഫോട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാടുണ്ട്. കൽപ്പാത്തി വഴി ഇങ്ങനെ പോണത്. ഇവിടെ നിന്ന് കുറേ പേര് കയറുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ കയറുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ഡിപ്പോന്ന് എലിവാലിക്ക് 45 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പോകെ നല്ല അടിപൊളി. ഈ രാവിലെ നേരത്തെ നമ്മൾ എലിവാലിൻ്റെ കാഴ്ചകൾ കാണേണ്ടതാണ് കേസ്. നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങൾ ബൈക്കിലാണല്ലോ നമ്മൾ എലിവാലിക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് KSRTC ബസ്സിലാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ടൗൺ സ്റ്റാൻഡാണ് നേരെ പോണത്. ടൗൺ സ്റ്റാൻഡ് എത്തി കഴിഞ്ഞു കേട്ടോ. ടൗൺ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഈ ഭാഗത്തൂടെയാണ് കേട്ടോ പോണത്. കണ്ടില്ലേ? ഇനി മേൽപ്പാലം കയറി
ഇറങ്ങി നമ്മൾ ഇനി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇത് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഡ്രസ് വേൾഡ് ആ ഭാഗമുണ്ട്. ഇപ്പോൾ നേരെ കാണുന്നത് നമ്മുടെ പാലക്കാട് അങ്ങാടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ കാണുന്നത്. നമ്മൾ അവിടേക്കല്ല പോകുന്നത്. നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് മേൽപ്പാലം കയറി വിക്ടോറിയ കോളേജ് ആ ഭാഗത്തൂടെയാണ് പോകുന്നത് തോന്നുന്നത്. രാവിലെ നല്ലൊരു വൈബാണ് കേസ്. നല്ല എന്താ പറയുക, സൂര്യനെ കുറിച്ച് വരുന്നുള്ളൂ. നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ യാത്ര ഈ വണ്ടിയിൽ KSRTC പൊക്കത്തിലല്ലേ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ താഴെ കൂടെയുള്ള ആ വിഷ്വൽസ് അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ട് ഇച്ചിരി അല്ലേ മലമ്പുഴയ്ക്കുള്ളത് ഒലവക്കോട് മലമ്പുഴ റോഡാണ്. വണ്ടി ഇച്ചിരി നമ്മുടെ ഒരു ഇളക്കമുണ്ട്. ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ താഴെ കാണുന്ന ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഇതിലെയാണ് പോണത്. നേരെ പോയി കഴിഞ്ഞാൽ വിക്ടോറിയ കോളേജാണ്. വിക്ടോറിയ കോളേജ് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുനിസിപ്പൽ സ്റ്റാൻഡ് ഇതൊക്കെ നിറയെ വീടുകളുണ്ട്. നിറയെ വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. മേൽപ്പാലം കയറി അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. തുടർന്ന് മലമ്പുഴ ഡാമിക്ക് 8 കിലോമീറ്ററാണ്. അത് കഴിഞ്ഞ് പിന്നെ എലിവാലിക്ക് അവിടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. മോയൻസ് സ്കൂൾ കേട്ടോ. മോയൻസ് ഗേൾസ് സ്കൂളാണ് ഇത്. മോയൻസ് സ്കൂളിൽ നിന്ന് നേരെയാണ് നമ്മൾ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് വിക്ടോറിയ കോളേജൊക്കെ എത്താൻ പറ്റും. വിക്ടോറിയ കോളേജിൽ നിന്ന് റൈറ്റ് പോകണം മലമ്പുഴയ്ക്ക് കേട്ടോ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഒലവക്കോട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ മലമ്പുഴയാണ്. നമുക്ക് എന്തായാലും ഈ റോഡിലെ ചില കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേസ്. നമ്മുടെ പാലക്കാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ചരിത്രം വിളിച്ചോതുന്ന നമ്മുടെ വിക്ടോറിയ കോളേജാണ് നേരെ കാണുന്നത്. വിക്ടോറിയ കോളേജ് ഇട്ടാണ്. ഇതാണ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ടാണ് മലമ്പുഴയ്ക്ക് പോകുന്നത്. ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ ഒലവക്കോടാണ്. ഇതാണ് വിക്ടോറിയ കോളേജ് പ്ലേസ്. അപ്പോൾ നമ്മളങ്ങനെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ കേസ്. ഈ കാണുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് തിരിഞ്ഞിട്ടാണ് നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്നത് കേട്ടോ. ഇതാണ് നേരെ കാണാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്ത് അല്ലേ. ഒലവക്കോട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്താൻ പറ്റും. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ കയറ്റിയിട്ടാണ് ഇനി മലമ്പുഴയ്ക്ക് പോകുന്നത്. കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ ലെഫ്റ്റിക്കാണ് നമ്മൾ പോകാം. അപ്പോൾ നമ്മൾ മലമ്പുഴയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കൂടെയാണ് മലമ്പുഴ ഡാമിലേക്കൊക്കെ പോകുന്നത്. അകത്തെ തറ മലമ്പുഴ ഡാമും ഒക്കെ ഈ ലെഫ്റ്റ് കൂടെയാണ്. പാലക്കാട്ടേക്ക് റൈറ്റാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഈ ഭാഗത്തൂടെയാണ് നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്നത്. ആദ്യം മലമ്പുഴയ്ക്ക് പോയിട്ട് അവിടെ നിന്നാണ് എലിവാലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എലിവാല് എത്തുന്നവരെ നിങ്ങളെ ഇനി വെറുപ്പിക്കുന്നില്ല. എന്തായാലും മലമ്പുഴ എത്തിയിട്ട് ഇനി വീഡിയോ എടുക്കട്ടെ കേസ്. ഓക്കെ. നമുക്ക് കേസ് മലമ്പുഴൻ്റെ മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. ഇതുവഴി വന്ന് കടുക്കാംകുന്നത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് കേട്ടോ മലമ്പുഴയ്ക്ക് പോകുന്നത്. ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ ആളുകളൊക്കെ കയറി കഴിഞ്ഞാൽ ബെല്ലടിക്കും. അപ്പോൾ വണ്ടി പോകും. ഓക്കെ. നമ്മൾ മലമ്പുഴ ITI എത്തിയിട്ട് ITI. അപ്പോൾ നമ്മളങ്ങനെ ഫാൻറ്റസി പാർക്ക്, മലമ്പുഴയിലെ ഫാൻറ്റസി പാർക്കാണ് കേട്ടോ റൈറ്റ് കാണുന്നത്. അവിടെ എത്താറായി. ഫാൻറ്റസി പാർക്ക് ബസ് സ്റ്റോപ്പാണ് ഇതാണ്. അപ്പോൾ നല്ല സ്കൂളൊക്കെ കൂട്ടിയത് കൊണ്ടൊക്കെ നല്ല തിരക്കുള്ളൊരു പാർക്കാണ് കേട്ടോ ഫാൻറ്റസി പാർക്ക്. എന്താ നമുക്ക് അവിടെ നിന്ന് ഇരിക്കുകയാണ് അപ്പുറത്തായിരിക്കുന്നത്. ഇതാണ് ഫാൻറ്റസി പാർക്ക് കേട്ടോ. നമ്മൾ നേരെ മലമ്പുഴ. അപ്പോൾ നമ്മൾ ബൈക്കിലല്ലാണ്ട് ബസ്സിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഇവിടെ കുറേ നാളുകളിൽ ആഗ്രഹിച്ചാണെങ്കിലും ബസ്സിൽ നമ്മളൊരു എലിവാലിലേക്ക് ഒരു യാത്ര പോകണമെന്ന് അത് ഒന്ന് സാധ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നില്ല തെക്കേ മലമ്പുഴൻ്റെ വീഡിയോ. അത് ആദ്യമായിട്ടാണ് പോകുന്നത്. മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഗാർഡൻ ഇപ്പോൾ അടച്ചു കിടക്കുകയാണ്. ഫ്രണ്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് സ്നേക്ക് പാർക്ക് ഒക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൂടെയാണ് എലിവാലിലേക്ക് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലമ്പുഴൻ്റെ നമ്മുടെ തൂക്കുപാലവും കാര്യങ്ങളൊക്കെ ഈ പാലത്തിൻ്റെ അവിടെ നോക്കിയാൽ കാണാം. കാണിച്ചു തരാം. ഇതാണ് സ്നേക്ക് പാർക്കാണ്. നമ്മുടെ പാലക്കാടിലെ
സ്നേക്ക് പാർക്കാണ്. മലമ്പുഴ ഡാമിലുള്ള മലമ്പുഴ ഗാർഡൻ്റെ അടുത്തുള്ള സ്നേക്ക് പാർക്കാണ് ഈ കാണുന്നത്. ഇത് 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇത് ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇതിലൊക്കെ പാമ്പ് ഉണ്ട്. പാമ്പുകളൊക്കെ ഉള്ള മലപ്പാമ്പും ഉള്ളൊരു എന്താ പറയുക, ഒരു അടിപൊളി പാർക്കാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മളൊക്കെ വരുന്ന ഒരു പാർക്കാണല്ലോ, മുതലേ കണ്ടിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ മലമ്പുഴ ഗാർഡൻ്റെ റോപ്പ് വേയും തൂക്കുപാലങ്ങളൊക്കെയാണ്. അതല്ലേ ഇത്ര ഹൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ കുറേ ഹൈറ്റ് ഇപ്പോഴാണല്ലോ അങ്ങനെ കാണുന്നത്. അതിൽ കുറേ ആളുകളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൗമ്യ അപ്പുറത്താണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ബസ് യാത്ര, അതും നല്ല ഫ്രീ ആയിട്ട് അവർ നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡ്രൈവറായാലും കണ്ടക്ടറായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സ്ഥലം എത്തുമ്പോഴൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് തന്നെ സ്ഥലമാണ്. അപ്പോൾ അത് കൊള്ളാം, അടിപൊളി. നമ്മൾ റോക്ക് ഗാർഡൻ, പാലക്കാടിലെ റോക്ക് ഗാർഡൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. റോക്ക് ഗാർഡൻ പഴയ പാഴ് വസ്തുക്കളും ഒക്കെ കളയാതെ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗാർഡനാണ് റോക്ക് ഗാർഡൻ. ഇവിടെ നിന്ന് ഒരു പള്ളിയുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു പള്ളിയുണ്ടല്ലോ, സെൻറ്റ് മേരീസ് ചർച്ച്. ഈ ചർച്ചിൻ്റെ ഈ ഭാഗത്തൂടെയാണ് നമുക്ക് പോകുന്നത്. ഇനിയാണ് അടിപൊളി കാഴ്ചകൾ. ഇനിയാണ് നമ്മൾ എലിവാലിക്ക് മുമ്പുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. ഇതിലേക്ക് എത്രയോ തവണ നമ്മൾ ബൈക്കിൽ വന്നിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ബസ്സിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം. നല്ല ഹൈറ്റിലിരുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം എന്നുള്ളതാണ് അടിപൊളിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മലമ്പുഴ മലകളുടെ മേലേക്ക് മഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ മലകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ ഈ മലകളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. രാവിലെ നേരത്തുള്ള കുറച്ചും കൂടി ഇല്ല മഞ്ഞക്കുള്ള സമയമാണ്. ഡിസംബറിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഡിസംബർ സമയത്തൊക്കെ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല നമുക്ക് ഒരു വീട്ടിൽ നിറയെ പോത്തുകൾ. അപ്പോൾ ഡിസംബർ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് നല്ല മഞ്ഞൊക്കെ കിട്ടിയിട്ട് ഇതിലൂടെയുള്ള യാത്ര അടിപൊളിയായിരിക്കട്ടെ കേസ്. പിന്നെ മഴക്കാലത്തും നല്ല രസമാണ് ഇത് വരാൻ. അപ്പോൾ നമുക്ക് KSRTCയിൽ വരണമെങ്കിൽ നമ്മൾ എന്താണ് പറയുക, KSRTCയിൽ പാലക്കാട് രാവിലെ 6:45 എടുക്കുന്ന വണ്ടിയിലാണ് അപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് നമുക്ക് ഹോളിഡേകളിൽ ഉണ്ടാവില്ല കേട്ടോ. ഞായറാഴ്ച ഹോളിഡേകളിലൊന്നും ഉണ്ടാവില്ല. സാധാരണ നമുക്ക് ഈ എലിവാലി ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇപ്പോൾ വർക്കിനൊക്കെ പോണവർക്ക് പോയിട്ട് വരാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിലാണ് ഗവൺമെൻറ് ഈ ഒരു ബസ് ഈ റൂട്ടിലേക്ക് വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഹോളിഡേകളിലൊന്നും ഈ ബസ് ഉണ്ടാവില്ല, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ.
ഭംഗിയാ നോക്കുക ഗൈസ്. അടിപൊളി. ഇതാണ് ഒന്നാമ്പുഴ പാലം. നമ്മുടെ കാവേരി എരിവാലിലേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റത്തെ പാലമാണ് ഇവിടെ. നമ്മുടെ ഈ പുഴയിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ കവൻ്റെ ആ ഭാഗത്തൂടെ ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ടാണ് നമ്മൾ എരിവാലിലേക്ക് പോണത്. നമ്മൾ ആനക്കല്ല് ജംഗ്ഷനിലെത്തിയിട്ട് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എരിവാലെത്തുന്ന മുമ്പുള്ള ഒരു സ്റ്റോപ്പാണ് ആനക്കല്ല് എന്ന് പറയുന്നത്. ഒരു സ്റ്റോപ്പാണ് ആനക്കല്ല് സ്റ്റോപ്പ്. എന്തായാലും നല്ല ഒരു അനുഭവമാണ് കേട്ടോ. നമ്മൾ KSRTC-യിലുള്ളൊരു യാത്ര അല്ലേ, മരച്ചില്ലകളൊക്കെ അടുത്താണ്. അടിപൊളി. നമ്മൾ എരിവാലെന്ന ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് പോയില്ല ചേട്ടാ, അങ്ങോട്ട് പോയില്ല. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ആ അതെ അതെ. ഇവിടുന്ന് നമ്മൾ ബാക്ക് എടുത്തിട്ട് ഇനി വീണ്ടും തിരിച്ചു പോകണം കേട്ടോ. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്, എരിവാലിലെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. നമ്മളതിനെ കാണുന്ന ഈ ബാക്കിലുണ്ടോ, ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കവയിലേക്ക് പോകാം കേട്ടോ. അവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എരിവാലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകാനാണ് ഇന്നത്തെ വീഡിയോ. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നമ്മുടെ മലമ്പുഴയിലെ എരിവാൽ എന്ന കൊച്ചു ഗ്രാമത്തിലേക്കുള്ള ചെറിയ യാത്രാ വീഡിയോ ആണ് കേസ്. അപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിപൊളി സപ്പോർട്ടായിരുന്നു. നമ്മുടെ നാട്ടിലും കണ്ടക്ടറായിട്ടുള്ള ചേച്ചിയും എല്ലാവരും അടിപൊളിയായിരുന്നു കേസ്. ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. ഇനി ഇവിടുന്ന് പണിക്കാരെയൊക്കെ കയറുന്ന ഒരു സമയമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പോകുമ്പോൾ ചെറിയ കാഴ്ചകളൊക്കെ എടുത്തിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഉണ്ടാവില്ലേ? ഓക്കെ, കുറച്ച് നേരം ഇറങ്ങിയിട്ട് പോകാമല്ലോ സമയം. അപ്പോൾ നമ്മൾ പാലക്കാട് KSRTC-ന്ന് എലിവാല് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അടിപൊളി ഒരു യാത്രയിലെ സമയം. കുറേ നാളുകൾക്ക് ശേഷമാണ് KSRTC കയറുന്നത് തന്നെ. നമ്മൾ ബൈക്കിലൊക്കെ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഒരു തവണ എലിവാലിൽ വന്ന് നമ്മൾ കവയിലൂടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കാരണം ബസ്സിൻ്റെ ഇത്രയും ടോപ്പ് വ്യൂ നിന്ന് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അല്ലേ. നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ചായക്കടയുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പോട്ടെ. ആളുകളൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ എലിവാലിൽ വന്ന് നമ്മളെ ചായയൊക്കെ കുടിച്ചു ഇല്ല സോ. അവിടെ നിന്ന് 6:45 കേട്ടോ ബസ് എടുത്തത്. കണ്ട KSRTC അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 6:45 അവിടെ നമ്മൾ വന്ന് ഇവിടെ 8:15 എത്തിയിട്ടാണ്. 6:45 പറയുമ്പോൾ 7:45, 1.5 മണിക്കൂർ ഈ ട്രാവലാണ് നമുക്ക് പാലക്കാട് KSRTC-ന്ന് എലിവാലിലേക്ക്.